നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലെ വെയിറ്റിംഗ് റൂമിൽ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ. അവിടെ ചുറ്റുമുള്ളത് മുഴുവൻ അപരിചിതരായ ആളുകളാണല്ലോ. അതെ, നമുക്കവിടെ ആരെയും വലിയ മുൻപരിചയമൊന്നും ഉണ്ടാവില്ല. എക്സാക്ട്ലി. ആ ഒരു കൂട്ടത്തിൽ ഒരാൾക്ക് നമ്മളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപദ്രവം എന്തായിരിക്കും? പരമാവധി നമ്മൾ ഇരിക്കാൻ വെച്ച കസേര അവരെടുത്തേക്കാം, അല്ലെങ്കിൽ ഫോണിൽ വളരെ ഉറക്കെ സംസാരിച്ച് നമ്മളിന്ന് ഡിസ്റ്റർബ് ചെയ്യാം. അതിനപ്പുറം ഒന്നുമില്ല. അതെ, അതിനപ്പുറം അവിടെ നിങ്ങളുടെ ജീവനോ നിങ്ങളുടെ നിലനിൽപ്പിനോ യാതൊരു ഭീഷണിയുമില്ല, അല്ലേ? ശരിയാണ്. അതായത് ഒരു സേഫ്റ്റി നെറ്റ് ആ ഒരു റൂമിനുള്ളിലുണ്ട്. ഒരു തിയേറ്ററിൽ നമ്മൾ അപരിചിതരുടെ കൂടെ സിനിമ കാണാനിരിക്കുന്നതും ഏതാണ്ട് ഇതേപോലെ തന്നെയാണ്. നമ്മുടെ ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് അവർ കടന്നു കയറാനോ അല്ലെങ്കിൽ വലിയൊരു അപകടമുണ്ടാക്കാനോ ഉള്ള സാധ്യത അവിടെ വളരെ കുറവാണ്. പക്ഷേ ഈ ഒരു കണക്കുകൂട്ടൽ മുഴുവൻ തെറ്റുന്നൊരു സ്ഥലമുണ്ട്. നമ്മൾ വാഹനമെടുത്ത് ഒരു റോഡിലേക്ക് ഇറങ്ങുന്ന ആ നിമിഷം. തീർച്ചയായും. അവിടെ കാര്യങ്ങൾ ശരിക്കും തലകീഴായി മറിയും. അവിടെ നമ്മൾ ഇന്നുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത, ഇനി ഒരുപക്ഷെ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരു മനുഷ്യന്റെ വെറുമൊരു സെക്കൻഡിലെ അശ്രദ്ധ മതി. അതെ, ചെറിയൊരു നോട്ടപ്പിശക് മതിയാവും. ആ ചെറിയ നോട്ടപ്പിശക് നിങ്ങളുടെ ജീവൻ തന്നെ ഇല്ലാതാക്കാം. ഈ വെയിറ്റിംഗ് റൂമിലെ സുരക്ഷിതത്വവും റോഡിലെ ഭീകരമായ ആ ഒരു റിസ്ക്കും തമ്മിലുള്ള വലിയൊരു അന്തരമുണ്ടല്ലോ. അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല എന്നതാണ് സത്യം. ശരിക്കും അത് നമ്മൾ വളരെ കാഷ്വലായിട്ടാണ് എടുക്കാറ്. ആ ഒരു ചിന്തയാണ്, അതായത് ആ ഒരു കോൺട്രാസ്റ്റാണ് സയ്യദ് അബ്ദുൽ ഹക്കീം എഴുതിയ ഹർ ഘർ സെ എക് സൈനിക് എന്ന പുസ്തകത്തിലെ ആദ്യ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദ റോഡ് വി ഷെയർ എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. വളരെ ആപ്റ്റായൊരു ടൈറ്റിലാണിത്. അതെ. അപ്പോ ഇന്ന് നമ്മൾ ഈ പുസ്തകത്തിലേക്ക്, പ്രത്യേകിച്ച് ഈ ഒരു ആദ്യ അധ്യായത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുകയാണ്. ഒരു സാധാരണ റോഡ് യാത്ര എങ്ങനെയാണ് അപരിചിതരായ മനുഷ്യർ തമ്മിലുള്ള വലിയൊരു വിശ്വാസത്തിന്റെ പരീക്ഷണമാകുന്നത് എന്നതൊരു വലിയ ചോദ്യമാണ്. ഹക്കീം ഈ പുസ്തകത്തിൽ വളരെ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം തന്നെ അതാണ്. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ റോഡ് എന്നു പറയുന്നത് വെറുമൊരു ടാറിട്ട ഉപരിതലം മാത്രമല്ല. അത് നമ്മൾ മനുഷ്യർ പരസ്പരം പങ്കിടുന്ന, നമ്മൾ എടുക്കുന്ന ഓരോ ചെറിയ തീരുമാനങ്ങൾക്കും വലിയ അനന്തരഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വലിയ ഇക്കോസിസ്റ്റമാണ്. ശരിക്കും പറഞ്ഞാൽ ജീവൻ മരണ പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു വേദി കൂടിയാണത്. ആ ഇക്കോസിസ്റ്റം ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പുസ്തകത്തിൽ പറയുന്ന ഒരു വളരെ നാച്ചുറലായ പ്രഭാതത്തിന്റെ ചിത്രം തന്നെ എടുക്കാം. നമ്മൾ സ്ഥിരം കാണുന്നതാണല്ലോ. അതെ, ആ സ്കൂൾ വാനിന്റെ ഉദാഹരണം. എക്സാക്ട്ലി. രാവിലെ 8:30 മണിക്കുള്ള നമ്മുടെ റോഡുകളിലെ ആ ഒരു സ്ഥിരം കാഴ്ച ഓർമ്മയുണ്ടോ? എല്ലാവർക്കും എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടിയെത്തണം. അവിടെ ഒരു സ്കൂൾ വാനുണ്ട്. ഒരുപക്ഷെ 6 അല്ലെങ്കിൽ 7 കുട്ടികൾക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ വാനായിരിക്കും അത്. പക്ഷെ അതിൽ 12ഓ 13ഓ കുട്ടികളെ അവരുടെ വലിയ ബാഗുകൾക്കൊക്കെയൊപ്പം കുത്തി നിറച്ചിരിക്കുകയാണ്. ഡ്രൈവറുടെ മനസ്സിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ: എങ്ങനെയെങ്കിലും സമയത്ത് സ്കൂളിലെത്തണം. അയാൾ വണ്ടി പായിക്കുന്നു. പക്ഷേ ഇതിലൊരു വലിയ പസിലൊളിഞ്ഞിരിപ്പുണ്ട്. ഈ വാൻ നോക്കി നിൽക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്കൊരു ടെൻഷനുമില്ല, അവർ ചിരിച്ചുകൊണ്ട് കൈവീശി കാണിക്കുന്നു. അവിടെയാണ് ശരിക്കും സൈക്കോളജി വർക്ക് ചെയ്യുന്നത്. അതെ, ഇതേ കാര്യം ഒരു അപരിചിതനായ വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പോലീസിനെ വിളിക്കില്ലേ? എന്തുകൊണ്ടാണ് ഈ മാതാപിതാക്കൾക്ക് അവിടെ യാതൊരു ഭയവുമില്ലാത്തത്? ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ 1 വർഷവുമായി ഈ കുട്ടികൾ ഇതേ വാനിൽ, ഇതേ കുത്തിനിറച്ച അവസ്ഥയിൽ യാത്ര ചെയ്ത് സുരക്ഷിതമായി സ്കൂളിലെത്തിയിരുന്നു. അതായത് ഇന്നലെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ള ധൈര്യം. എക്സാക്ട്ലി. 100 തവണ ഒരു തെറ്റായ കാര്യം ചെയ്തിട്ടും അപകടമുണ്ടായില്ല എന്നത് നമ്മുടെ തലച്ചോറിനെ വിശ്വസിപ്പിക്കുന്നത് ആ കാര്യം സുരക്ഷിതമാണ് എന്നാണ്. അതൊരു സേഫായ ശീലമായി നമ്മുടെ ബ്രെയിൻ രജിസ്റ്റർ ചെയ്യും. അതുകൊണ്ടാണ് ആ പാരൻസിന് ഭയം തോന്നാത്തത്. വാവ്! അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊരു വലിയ റിസ്ക് ആണെന്ന് പോലും പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. ഈ ഫെമിലിയാരിറ്റി ഡ്രൈവർമാരുടെ കാര്യത്തിലും വലിയൊരു പ്രശ്നമല്ലേ? സ്ഥിരമായി ഒരേ റൂട്ടിൽ പോകുന്നവർ പലപ്പോഴും റോഡിലേക്ക് നോക്കാറുപോലുമില്ലെന്ന് തോന്നിയിട്ടുണ്ട്. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഡ്രൈവിംഗിൽ നമ്മൾ ഇതിനെ ഹൈവേ ഹിപ്നോസിസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഹൈവേ ഹിപ്നോസിസ്? അതെ. തുടർച്ചയായി യാതൊരു അപകടവുമില്ലാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് എപ്പോഴും ഊർജം ലാഭിക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പോ നിരന്തരം ആക്റ്റീവായി ശ്രദ്ധിക്കുന്നതിന് പകരം ഡ്രൈവർമാർ റോഡിനെ നിരീക്ഷിക്കുന്നത് പതുക്കെ നിർത്തും. എന്നിട്ടോ? പകരം തലച്ചോറിലെ ഒരു മെന്റൽ മാപ്പ് വെച്ചാണ് അവർ വണ്ടി ഓടിക്കുന്നത്. മെന്റൽ മാപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യുന്നത് മുന്നിൽ കുഴിയുള്ളതുകൊണ്ടല്ല, എന്റെ മെമ്മറിയിൽ അവിടെ കുഴിയുള്ളതുകൊണ്ടാണോ? കൃത്യമായി പറഞ്ഞാൽ അതാണ്. നിങ്ങളുടെ മെമ്മറിയാണ് അവിടെ വണ്ടി ഓടിക്കുന്നത്.
ഉദാഹരണത്തിന് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ആ റോഡിലെ ഒരു കുഴിയോ അല്ലെങ്കിൽ ഒരു വളവോ എവിടെയാണെന്ന് വ്യക്തമായി അറിയാം. അയാൾ ആ കുഴിയുടെ അടുത്തെത്തുമ്പോൾ കൃത്യമായി ബ്രേക്ക് ചെയ്യും. അയാൾക്കത് വളരെ സ്വാഭാവികമാണ്. അതെ, വളരെ സ്വാഭാവികവും സുരക്ഷിതവുമാണ്. അയാൾ ചിന്തിക്കുന്നത് താൻ വളരെ മികച്ച ഒരു ഡ്രൈവറാണെന്നാണ്. എന്നാൽ അയാളുടെ തൊട്ടുപിന്നിൽ വരുന്ന പുതിയ ഡ്രൈവർക്ക് ഈ മെന്റൽ മാപ്പില്ല. അയാൾ ആ റോഡിൽ പുതുതായിരിക്കും. അതെ. അപ്പം നിങ്ങളുടെ ഈ പരിചയം അല്ലെങ്കിൽ നിങ്ങളുടെ ആ മെന്റൽ മാപ്പിലെ പെട്ടെന്നുള്ള തീരുമാനം മറ്റൊരാൾക്ക് അവിടെ വലിയൊരു കെണിയായി മാറിയാണ് ചെയ്യുന്നത്. നിങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ പുറകിലുള്ള ആൾ വന്ന് ഇടിക്കാൻ അത് കാരണമാകുന്നു. റൈറ്റ്. ആ ഒരു പോയിന്റ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എന്റെ എക്സ്പീരിയൻസും എന്റെ പരിചയസമ്പത്തും എനിക്ക് ഗുണമാണെങ്കിലും അതേ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ എടുക്കുന്ന ഓട്ടോ പൈലറ്റ് തീരുമാനങ്ങൾ റോഡിലുള്ള മറ്റൊരാൾക്ക് വലിയ അപകടമുണ്ടാക്കാം. തീർച്ചയായും. കാരണം നമ്മൾ ഇന്നലെ കണ്ട അതേ റോഡല്ല ഇന്ന് കാണുന്നത്. അതൊരു ഡൈനാമിക് സ്പേസാണ്. ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന് ഈ മെന്റൽ മാപ്പിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ മറന്നുപോകുന്നു. ആ ഒരു മറവിയാണ് അപകടങ്ങളുടെ പ്രധാന കാരണം. ഈ മെന്റൽ മാപ്പിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന മറ്റൊരു വലിയ കാര്യമുണ്ട്. എന്താണത്? ഈ റോഡ് എന്നത് നമ്മുടെ സ്വന്തം വീടിന്റെ മുറ്റമല്ലല്ലോ. ഒരേ സമയം വലിയ ട്രക്കുകൾ, 80 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന കാറുകൾ, 2 വീലറുകൾ, പിന്നെ ഫുട്പാത്ത് ഇല്ലാത്തതുകൊണ്ട് റോഡിലൂടെ നടക്കാൻ നിർബന്ധിതരാകുന്ന സ്കൂൾ കുട്ടികൾ. അവരെല്ലാവരും അവിടെയുണ്ട്. അതെ, ഇവർക്കെല്ലാം ഈ ഒരു ഒറ്റ റോഡ് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് അപരിചിതർക്കിടയിലെ ആ നിശബ്ദമായ ഉടമ്പടി അല്ലെങ്കിൽ സൈലന്റ് കോൺട്രാക്ട് പ്രസക്തമാകുന്നത്. നിശബ്ദമായ ഉടമ്പടിയോ? അതായത് നമ്മൾ തമ്മിലുള്ള ആ ഒരു അൺസ്പോക്കൺ റൂളാണോ? എക്സാക്ട്ലി. ഒരു കാലത്തും വീണ്ടും കാണാൻ സാധ്യതയില്ലാത്ത കുറെ അപരിചിതരുടെ വിവേകത്തെയും ശ്രദ്ധയെയും പൂർണ്ണമായി ആശ്രയിച്ചാണ് ഓരോ സെക്കൻഡിലും നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. ഞാൻ എന്റെ വരിയിലൂടെ പോകുമ്പോൾ എതിരെ വരുന്നവൻ അവന്റേതായ വരിയിലൂടെ തന്നെ പോകും എന്നൊരു വിശ്വാസം. ആ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഉടമ്പടി ആരെങ്കിലും ഒരാൾ തെറ്റിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. റൈറ്റ്. ആ ഉടമ്പടി തെറ്റിക്കുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം ഹക്കീം പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ആ ടോൾ ഗേറ്റിലെ ഉദാഹരണം. അതെ, വളരെ കൃത്യമായൊരു ഉദാഹരണമാണത്. നമ്മുടെ നാട്ടിലെ ടോൾ ഗേറ്റുകളിൽ സ്ഥിരമായി കാണുന്നൊരു കാഴ്ചയുണ്ട്. ഫാസ്റ്റായി ലൈനിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ ലൈനിലേക്ക് വണ്ടി മാറ്റാൻ വേണ്ടിയോ ഒരാൾ വണ്ടി പെട്ടെന്ന് പുറകോട്ടെടുക്കും. അയാൾക്ക് ആ വണ്ടിയൊന്ന് ബാക്കെടുത്ത് വേറെ ലൈനിലേക്ക് മാറ്റാൻ വേണ്ടത് പരമാവധി ഒരു 10-15 സെക്കൻഡായിരിക്കും. അയാൾ ചിന്തിക്കുന്നത് തന്റെ ആ 15 സെക്കൻഡിനെക്കുറിച്ച് മാത്രമാണ്. പക്ഷേ അയാളുടെ ആ ചിന്ത അവിടെ തീരുന്നില്ല. ആ 15 സെക്കൻഡ് അവിടെ ഉണ്ടാക്കുന്ന വലിയൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് ഉണ്ട്. അതെ, ആ ബട്ടർഫ്ലൈ ഇഫക്റ്റ് നമ്മൾ കാണാതെ പോവുകയാണ്. അയാളുടെ പുറകിലുള്ള വണ്ടി പുറകോട്ടെടുക്കണം, അതിനു പുറകിലുള്ള 10 വണ്ടികൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യണം. അങ്ങനെ മൊത്തത്തിൽ അവിടെയുള്ള 50 ആളുകളുടെ 5 മിനിറ്റ് വീതമാണ് ഈ ഒരാളുടെ സൗകര്യത്തിനു വേണ്ടി നഷ്ടപ്പെടുന്നത്. തന്റെ സൗകര്യം മാത്രം നോക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ആ ഇക്കോസിസ്റ്റത്തെ മുഴുവൻ എങ്ങനെ ബാധിക്കുന്നുവെന്ന് അയാൾ ചിന്തിക്കുന്നതേയില്ല. ഈയൊരു സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്ന സൈക്കോളജി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ടോൾഗേറ്റിലെ വ്യക്തി തന്റെ കാറിനുള്ളിൽ ഇരിക്കുമ്പോൾ അയാൾ വിശ്വസിക്കുന്നത് അത് തന്റെ സ്വന്തം സ്പേസാണെന്നാണ്. എന്റെ വണ്ടി, എന്റെ സമയം, എനിക്ക് പോകാനുള്ള റോഡ് എന്നൊരു അഹങ്കാരം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സൈലന്റ് കോൺട്രാക്ട് അയാൾ അവിടെ ലംഘിക്കുകയാണ്. റോഡിൽ സ്വകാര്യ സ്പേസ് എന്ന് പറയുന്ന ഒന്നില്ല എന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല. ഒരു നിമിഷം, എനിക്കിതിനോട് പൂർണ്ണമായും അങ്ങോട്ട് യോജിക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഈ ഡ്രൈവർമാരുടെ പെരുമാറ്റത്തെയും അവരുടെ സൈക്കോളജിയെ മാത്രമാണല്ലോ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥ പ്രശ്നം ഇതെല്ലാമാണോ? നമ്മുടെ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ, അതായത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു വലിയ ഫെയിലിയർ ഇവിടെയില്ലേ? ഓക്കെ, അതൊരു വാലിഡ് പോയിന്റാണ്. ഒരു ഗ്രാമത്തിലൂടെ പുതുതായി ഒരു ഹൈവേ വരുമ്പോൾ അവിടെയുള്ള മനുഷ്യർക്ക് നടക്കാൻ ഫുട്പാത്തോ ട്രാക്ടറുകൾക്കും മറ്റും പോകാൻ സർവീസ് റോഡുകളോ പലപ്പോഴും ഗവൺമെന്റ് പണിതിട്ടുണ്ടാകില്ല. ശരിയാണ്. അപ്പോൾ സ്വാഭാവികമായും സ്കൂൾ കുട്ടികളും സൈക്കിളുകളും 80 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന കാറുകളും ഒരേ റോഡിൽ വരും. അങ്ങനെയുള്ള ഒരു മോശം സിവിൽ എഞ്ചിനീയറിംഗിന്റെ പേരിൽ എന്തിനാണ് നമ്മൾ ഡ്രൈവറുടെ എമ്പതിയെയും സഹാനുഭൂതിയും പഴിചാരുന്നത്? സിസ്റ്റം പരാജയപ്പെടുമ്പോൾ അതിൽ ഈ ഡ്രൈവറെ മാത്രം പ്രതിക്കൂട്ടിലാക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യു കാൺ ജസ്റ്റ് എംപതൈസ് യുവർ വേ ഔട്ട് ഓഫ് ബാഡ് സിവിൽ എഞ്ചിനീയറിംഗ്, അല്ലേ? താങ്കൾ ഉന്നയിച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, ഭൂരിഭാഗം ആളുകളും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ്. ഇൻഫ്രാസ്ട്രക്ചർ മോശമാണെന്നും പ്ലാനിങ്ങിൽ വലിയ പാളിച്ചകളുണ്ടെന്നതും
ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ്. അതെ. ഹക്കീം തന്റെ പുസ്തകത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ പെർഫെക്റ്റ് ആണെന്ന് എവിടെയും വാദിക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം മറ്റൊന്നാണ്. ഇൻഫ്രാസ്ട്രക്ചർ മോശമാണെന്ന് നമുക്കറിയാം, അവിടെ ഫുട്പാത്ത് ഇല്ലെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു മോശം സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? സിസ്റ്റം മോശമായതുകൊണ്ട് എനിക്കെന്റെ ഇഷ്ടത്തിന് യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ വണ്ടി ഓടിക്കാം എന്നാണോ? അതായത് സിസ്റ്റം മോശമാകുമ്പോൾ നമ്മൾ കൂടുതൽ കെയർഫുൾ ആകണം എന്നാണോ പറയുന്നത്? അതിൽ യാതൊരു സംശയവുമില്ല. ഫുട്പാത്ത് ഇല്ലാത്തൊരു റോഡിലൂടെ പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധയും ഉത്തരവാദിത്വവും ശരിക്കും ഇരട്ടിയാകുകയാണ് വേണ്ടത്. ഗവൺമെന്റ് ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതി നമ്മൾ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാതിരിക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങളുടെ വാഹനത്തിന് ചില ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്. നിങ്ങൾക്ക് കണ്ണാടിയിൽ കാണാൻ കഴിയാത്ത ഇടങ്ങൾ. ആ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത റോഡില് ആ ബ്ലൈൻഡ് സ്പോട്ടിൽ നിൽക്കുന്നത് ഒരുപക്ഷെ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാകാം. ഒരു ഇൻഫ്രാസ്ട്രക്ചറിനും നിങ്ങളുടെ ഉള്ളിലെ സഹാനുഭൂതിയെയും ആ കുട്ടി അവിടെ ഉണ്ടാകാമെന്ന നിങ്ങളുടെ ശ്രദ്ധയെയും റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. സിസ്റ്റത്തിന്റെ കുറ്റങ്ങൾ ഒരിക്കലും മനുഷ്യന്റെ ക്രൂരതയ്ക്കോ അശ്രദ്ധയ്ക്കോ ഉള്ള ലൈസൻസ് അല്ല. വാവ്, ആ ഒരു പോയിന്റ് എന്നെ ശരിക്കും ചിന്തിപ്പിക്കുന്നുണ്ട്. സിസ്റ്റം മോശമാണെങ്കിലും ആ ബ്ലൈൻഡ് സ്പോട്ടിലുള്ള ജീവന്റെ ഉത്തരവാദിത്തം എന്റെ കാലിലെ ബ്രേക്കിലാണുള്ളത്. എക്സാക്ട്ലി. അപ്പോൾ നമ്മൾ വീണ്ടും ആ അപരിചിതരെ ആശ്രയിക്കേണ്ടി വരുന്ന മനുഷ്യർ തമ്മിലുള്ള അദൃശ്യമായ വിശ്വാസത്തിന്റെ അവസ്ഥയിലേക്ക് തന്നെ വരികയാണ്. അതെ. ഒരു സിഗ്നലിൽ നമ്മൾ നിൽക്കുമ്പോൾ ക്രോസ് ചെയ്യുന്ന കാൽനടയാത്രക്കാരന് നമ്മുടെ മേൽ യാതൊരു നിയന്ത്രണവുമില്ല. നമ്മുടെ കാലുകൾ ആ ബ്രേക്കിൽ അമർന്നിരിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് അയാൾ ആ റോഡ് മുറിച്ചു കിടക്കുന്നത്. അവിടെ നിയമങ്ങളെക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഈ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിന്റെ പരീക്ഷണം, അല്ലെങ്കിൽ അപരിചിതരെ ഇങ്ങനെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ, മനുഷ്യന്റെ ഏറ്റവും യഥാർത്ഥമായ സ്വഭാവം പുറത്തുകൊണ്ടുവരുന്നു എന്നതിലേക്കാണ് ഹക്കീം വിരൽ ചൂണ്ടുന്നത്. അതെങ്ങനെയാണ്? റോഡ് എന്നത് ഒരു രാജ്യത്തിന്റെയോ സമൂഹത്തിന്റെയോ മാത്രമല്ല, ഒരു വ്യക്തിയുടെ സ്വഭാവം പ്രതിഫലിക്കുന്ന ഏറ്റവും മികച്ച കണ്ണാടിയാണ്. നമ്മൾ ആരും കാണാത്തപ്പോൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് നമ്മുടെ യഥാർത്ഥ ക്യാരക്ടർ. ഇവിടെയാണ് ഈ വിഷയം എന്റെ ചിന്തകളുമായി ഏറ്റവും കൂടുതൽ കണക്റ്റ് ആകുന്നത്. നമ്മൾ മനുഷ്യർ മറ്റുള്ളവരുടെ മുന്നിൽ, അതായത് സൊസൈറ്റിയിൽ, എപ്പോഴും വളരെ മാന്യമായി പെരുമാറാൻ ശ്രദ്ധിക്കാറുണ്ടല്ലോ. അതെ, എല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ സുഹൃത്തുക്കളോടും ഓഫീസിലെ സഹപ്രവർത്തകരോടുമൊക്കെ നമ്മൾ വളരെ പൊളൈറ്റായിരിക്കും. കാരണം അവർ നമ്മളെ ജഡ്ജ് ചെയ്യും എന്നൊരു പേടി നമുക്കുണ്ട്. പക്ഷേ ഒരു കാറിന്റെ വിൻഷീൽഡിന് പിന്നിലിരുന്ന് വാതിലടച്ച് ഗ്ലാസ് കയറ്റിയാൽ പിന്നെ നമ്മൾ വേറൊരു ലോകത്താണ്. അതൊരു വല്ലാത്ത ഐസൊലേഷനാണ്. എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ വ്യാജ അക്കൗണ്ടിലൂടെ ഫേക്ക് ഐഡിയിൽ ആളുകൾ പെരുമാറുന്നത് പോലെയാണ് പലരും റോഡിൽ പെരുമാറുന്നത് എന്നാണ്. ആ ഫേക്ക് ഐഡി അനാലജി വളരെ കൃത്യമാണ്. അല്ലേ? ഫേക്ക് ഐഡിയിൽ ആർക്കും ആരെയും എന്തും പറയാമല്ലോ, ആരും തിരിച്ചറിയാൻ പോകുന്നില്ലല്ലോ എന്നൊരു ധൈര്യം അവിടെയുണ്ട്. അതെ, കാറിന്റെ വിൻഷീൽഡ് എന്ന ഗ്ലാസ് നമുക്ക് തരുന്നത് ഒരുതരം അനോണിമിറ്റിയാണ്. ഞാൻ സുരക്ഷിതനാണ്, എനിക്ക് ആരെയും എന്തു വേണമെങ്കിലും ചെയ്യാം എന്നൊരു അഹങ്കാരം ആ ഗ്ലാസിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ കാറിനുള്ളിലിരുന്ന് പുറത്തുള്ളവരോട് നമ്മൾ കാണിക്കുന്ന അസഹിഷ്ണുത എവിടെ നിന്നാ വരുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു അനോളജി സഹായിക്കും. ശരിയാണ്. കാൽനടയാത്രക്കാരോട് പലപ്പോഴും വാഹനം ഓടിക്കുന്നവർ കാണിക്കുന്ന ഒരുതരം പുച്ഛവും ദേഷ്യവുമുണ്ട്. മഴയത്ത് വെള്ളം തെറിപ്പിച്ചു പോകുന്നതോ അല്ലെങ്കിൽ സീബ്ര ക്രോസിംഗിൽ വണ്ടി നിർത്താതെ ഹോണടിക്കുന്നതോ ഒക്കെ ഇതിന്റെ ഭാഗമാണല്ലേ? അതാണതിന്റെ ഏറ്റവും വലിയ തെളിവ്. കാൽനടയാത്രക്കാരോട് കാണിക്കുന്ന അസഹിഷ്ണുത, ഒന്ന് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാതെ റെഡ് സിഗ്നൽ മറികടക്കാനുള്ള വ്യഗ്രത, ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള തിടുക്കം, അതൊക്കെ വളരെ കോമൺ ആണ്. അതെ, ഇതെല്ലാം വെറും ട്രാഫിക് നിയമലംഘനങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവത്തിന്റെ പ്രകടനങ്ങളാണ്. നിങ്ങൾ ജീവിതത്തിൽ മറ്റുള്ളവരെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതിന്റെ നിങ്ങളുടെ ഉള്ളിലെ സഹാനുഭൂതിയുടെ അളവുകോലാണിത്. റോഡിന് രാജ്യങ്ങളോ അതിർത്തികളോ അറിയില്ല. അതിലൂടെ പോകുന്ന മനുഷ്യരുടെ ശീലങ്ങളും പ്രവൃത്തികളും മാത്രമാണ് റോഡ് അറിയുന്നത്. അപ്പോൾ നമ്മൾ റോഡിലെടുക്കുന്ന ഓരോ ചെറിയ തീരുമാനവും ആ റോഡിലുള്ള മറ്റുള്ളവരിലേക്കും കൂടിയാണ് പടരുന്നത് എന്ന് വേണം കരുതാൻ. ഞാൻ എൻ്റെ മൊബൈലിൽ വന്നൊരു നോട്ടിഫിക്കേഷൻ നോക്കാൻ വേണ്ടി ഒരു ചെറിയ 2 സെക്കൻഡ് തലകുനിക്കുന്നത് എനിക്ക് ചെറിയൊരു കാര്യമായിരിക്കാം. എൻ്റെ മെന്റൽ മാപ്പിൽ ഞാൻ സുരക്ഷിതനുമായിരിക്കാം.
പക്ഷേ 60 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടി ആ 2 സെക്കൻഡിൽ ഏകദേശം 33 മീറ്ററോളം മുന്നോട്ട് പോയിട്ടുണ്ടാകും. അതൊരു വലിയ ഡിസ്റ്റൻസ് ആണ്. അതെ, ആ 33 മീറ്റർ ഞാൻ കണ്ണടച്ച് വണ്ടി ഓടിക്കുകയാണ്. അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ, അവരുടെ ജീവൻ, ഇതെല്ലാം എന്റെ ആ ഒരൊറ്റ തീരുമാനത്തിന്റെ അനന്തരഫലങ്ങളാണ്. നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളീ കാണിക്കുന്ന തിടുക്കം, നമ്മൾ എടുക്കുന്ന ഈ വലിയ റിസ്ക് ശരിക്കും എന്തിനു വേണ്ടിയാണെന്നതാണ്. നമ്മളെല്ലാവരും എവിടേക്കോ ഓടുകയാണ്. അതെ, ഒരു 5 മിനിറ്റ് നേരത്തെ വീട്ടിലോ ഓഫീസിലോ എത്താൻ വേണ്ടി നമ്മൾ പണയപ്പെടുത്തുന്നത് നമ്മുടെയും ആ റോഡിലുള്ള മറ്റേതോ ഒരു അപരിചിതന്റെയും ജീവനാണ്. ആ 5 മിനിറ്റിന് ഒരു മനുഷ്യജീവന്റെ വിലയുണ്ടോ എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്. ശരിയാണ്. നമ്മൾ പലപ്പോഴും ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവരാണെന്ന് അഭിമാനിക്കുന്നവരാണ്. പക്ഷേ റോഡിൽ നമ്മളല്ലാതായി മാറുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ്? സയ്യിദ് അബ്ദുൽ ഹക്കീമിന്റെ പുസ്തകത്തിലെ ഈ ആദ്യാധ്യായം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്താണ്? നമുക്കൊന്ന് ചുരുക്കി നോക്കാം. റോഡ് എന്നത് വെറുമൊരു യാത്രാവഴി മാത്രമല്ല, അതൊരു വലിയ ഉത്തരവാദിത്വത്തിന്റെ ഇടമാണ്. അപരിചിതരായ നിരവധി മനുഷ്യരുടെ ജീവനുകൾ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നൊരിടം. എക്സാക്ട്ലി. നമ്മൾ ശീലമാക്കിയ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മൾ വളരെ സേഫാണെന്ന് കരുതുന്ന പല ശീലങ്ങളും യഥാർത്ഥത്തിൽ അങ്ങേയറ്റം അപകടകരമാണെന്നും അവ എപ്പോൾ വേണമെങ്കിലും വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകാമെന്നും നമ്മൾ മനസ്സിലാക്കി. അതെ, ഇൻഫ്രാസ്ട്രക്ചറിനെയോ ഗവൺമെന്റിനെയോ പഴിചാരുന്നതിന് പകരം റോഡിലെ ഓരോരുത്തരും അവരുടേതായ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നതും നാം കണ്ടു. റോഡിലെ നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടത് പോലീസിനെ പേടിച്ചിട്ടോ ഫൈൻ അടയ്ക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചിട്ടോ ആകരുത്, മറിച്ച് നമ്മളോടൊപ്പം ഈ റോഡ് പങ്കിടുന്ന സഹജീവികളോടുള്ള ബഹുമാനം കൊണ്ടായിരിക്കണം. പ്രിയ കേൾവിക്കാരാ, ഈ നീണ്ട ചർച്ചയിൽ നിന്നും ഇതെല്ലാം നിങ്ങൾ എന്തിനുവേണ്ടി അറിയണമെന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അടുത്ത തവണ നിങ്ങൾ വണ്ടിയെടുക്കുമ്പോൾ, ആ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം മാത്രം ഓർക്കുക. റോഡിലുള്ള ഓരോരുത്തരും, അത് നിങ്ങളെ ഓവർടേക്ക് ചെയ്ത് പോകുന്നയാളാകട്ടെ അല്ലെങ്കിൽ സൈക്കിളിൽ പോകുന്നയാളാകട്ടെ, അവർക്കെല്ലാം അവരെ കാത്തിരിക്കുന്ന ഒരു വീടുണ്ട്. അവർ ആ വീട്ടിലേക്ക് സുരക്ഷിതരായി മടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അതെ, എല്ലാവരുടെയും ലക്ഷ്യം ഒരു സുരക്ഷിതമായ മടക്കയാത്രയാണ്. ആർക്കും അവിടെ ആരുടെയും ജീവനെടുക്കാൻ ആഗ്രഹമില്ല. ആ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് രീതികളിൽ വലിയ മാറ്റങ്ങൾ വരും. നമ്മുടെ സ്പീഡ് തനിയെ കുറയും, മറ്റുള്ളവരോടുള്ള ക്ഷമ കൂടും, റോഡ് കുറച്ചുകൂടി ശാന്തമാകും. ഇന്നത്തെ ഈ ചർച്ച കേട്ടുകഴിയുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു അവസാന കാര്യമുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ മൂല്യങ്ങളും ധാർമ്മികതയും അളക്കപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോടോ എങ്ങനെ പെരുമാറുന്നു എന്നതിലല്ല, മറിച്ച് നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുറപ്പുള്ളപ്പോൾ, നിങ്ങളുടെ കാറിന്റെ ഗ്ലാസുകൾ കയറ്റി വെച്ചിരിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞ ആ ബ്ലൈൻഡ് സ്പോട്ടിൽ നിൽക്കുന്ന നിങ്ങളുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു അപരിചിതനോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ഇരിക്കുന്നത്. അതെ, വളരെ ശരിയാണ്. നമ്മൾ ആദ്യം സംസാരിച്ച ആ വെയിറ്റിംഗ് റൂമിലിരിക്കുന്ന അതേ അപരിചിതനാണത്. ആ അപരിചിതന്റെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്. അടുത്ത തവണ വണ്ടിയുടെ താക്കോലെടുക്കുമ്പോൾ ഇതൊന്ന് ഓർക്കുക. ആരും കാണാത്തപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുന്നത്. വളരെ അർത്ഥവത്തായ ഒരു സന്ദേശമാണത്. ഈ വിശകലനം നിങ്ങൾക്ക് റോഡിനെക്കുറിച്ചും അതിലുപരി നിങ്ങളെക്കുറിച്ചും തന്നെ പുതിയ ചില ചിന്തകൾ നൽകിയെന്ന് കരുതുന്നു. വായിക്കാനും ചിന്തിക്കാനും ഏറെയുള്ളൊരു പുസ്തകമാണിത്. മറ്റൊരു ദിവസം പുതിയൊരു വിഷയവും മികച്ച ആശയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. സുരക്ഷിതമായി യാത്ര ചെയ്യുക. നന്ദി.